ന്യൂസിലൊക്കെ കാണുന്നുണ്ട്. അത്ര മോശമായിട്ടാണ്, മനുഷ്യനെന്ന പരിഗണന പോലും കിട്ടാൻ അർഹതയില്ലാത്ത ഒരു വ്യക്തിയാണ്. നമ്മൾ പെൺകുട്ടി എന്ന നിലയിൽ, പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജ് എന്ന നിലയിൽ ഇത്ര പോലും നമ്മൾ ചെയ്തിട്ടില്ല. അത് വളരെ മോശമായിട്ട് പോകും. എങ്ങനെയാണ് വിദ്യാർത്ഥികളുടെ പ്രതികരണം? നല്ല രീതിയിൽ നല്ല രീതിയിൽ എല്ലാ വിദ്യാർത്ഥികളും ഇതുമായിട്ട് പൊരുത്തപ്പെട്ടിട്ട് പോകുന്നുണ്ട്. കാരണം എല്ലാ പെൺകുട്ടികളും തന്നെയാണ് ഇതിൽ പ്രതികരിക്കേണ്ടത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം എല്ലാ കുട്ടികളും ഇനി നിങ്ങൾ തുടരും? തുടരും. ശക്തമായ പ്രതിഷേധമാണോ? ശക്തമായ പ്രതിഷേധമാണ് ഇതിൽ കൂടെ നമ്മൾ കാണാൻ പറ്റുന്നത്. ഇതിന് പിന്നിൽ ആരായാലും അവർക്ക് ശിക്ഷ ലഭിക്കണം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഈ കുറേ ഇതുവരെയുള്ള കേസുകളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് അതിനെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അത്തരം ഇതിനെ കാണുന്നത്? ഇപ്പം പറയാന്ന് വെച്ചാൽ അത്രയും വലിയൊരു വൃത്തികെട്ട പ്രവൃത്തിയാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്, അവരിൽ നിന്നുണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എന്തായാലും അയാൾക്ക് ശിക്ഷ ലഭിക്കണം. എന്താണ് എന്ത് രീതിയിലാണ് പ്രതിഷേധം? ഇപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ അയാളെ മുഖത്ത് ശരിക്കും പറഞ്ഞാൽ അയാളെ കൺമുമ്പിൽ കിട്ടുകയാണെങ്കിൽ എന്താണ് ചെയ്യുക എന്നുള്ളത് തീർച്ചയായും പറയാൻ പറ്റുന്നതിനപ്പുറത്തേക്കാണ്. കാരണം ഒരു പെൺകുട്ടിയോട് എന്നതിലുപരി ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളോട് ഇത്രയും മോശമായി പെരുമാറാൻ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അയാൾ കാണിക്കുന്നത് തീർച്ചയായും ഒരു മോശമായൊരു പ്രവൃത്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഇപ്പോൾ ഒളിവിലാണ് എന്ന് പറയുന്നു. അപ്പോൾ ചെയ്ത തെറ്റ് അംഗീകരിക്കാതെ അയാൾ ഇങ്ങനെ ഒളിവിൽ പോകുന്നത് കൊണ്ട് മാത്രം അയാൾ തെറ്റല്ലാതാവുന്നില്ല. അപ്പം അയാൾക്ക് വേണ്ട ശിക്ഷ എന്തായാലും നേടിക്കൊടുക്കണം എന്ന് ആണ്. ശക്തമായ പ്രതിഷേധത്തിൽ തന്നെയാണ് ഉള്ളത് അല്ലേ? മുഖത്ത് ചവിട്ടിയാണ് പ്രതിഷേധം. മുഖത്ത് ചവിട്ടി തന്നെയാണ് പ്രതിഷേധം. നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിനേക്കാളും അമർഷത്തിൽ ചവിട്ടും എന്നുള്ളതാണ് ഞങ്ങളുടെ പെൺകുട്ടികളുടെ നിലയിൽ. അതായത് ഇന്ന പാർട്ടി ഒന്നില്ല, പെൺകുട്ടികളായതുകൊണ്ട് പെൺകുട്ടികൾ തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലാണ് ഇത്.